കൃഷ്ണമൂർത്തി. എല്ലാവർക്കും ചിറക്കൽ ബോയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് റിട്ടയർ അധ്യാപകൻ റിട്ടയർ ചെയ്ത ശ്രീ വിജയകുമാരൻ നമ്പൂതിരി സാറാണ്. നീണ്ട 30ഓളം വർഷത്തെ സർവീസാണ്. നമ്മുടെ സാറിൻ്റെ അധ്യാപക ജീവിതത്തിൽ ഉള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ സാറിന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അറിയിക്കുന്നു. എല്ലാ മക്കൾക്കും സ്വാഗതം. ഞാൻ ഒരു അധ്യാപകനായിട്ട് സേവനം ആരംഭിച്ചു. അത് നമ്മൾ കൃഷ്ണമൂർത്തി പറഞ്ഞതുപോലെ ഏകദേശം 30 വർഷത്തോളം അധ്യാപനവും ഓഫീസിൽ ജൈവ ഓഫീസറായും ഒക്കെ തന്നെ ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. റിട്ടയർഡ് ജീവിതം നാടൻ പശുക്കളുടെ ഒരു സംരക്ഷണം, അതിലുള്ളൊരു ഗോശാലയാണ് ഇവിടെ ചെറുതായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണാനും ഇത് മറ്റുള്ളവരിൽ എത്തിക്കാനും ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. എങ്കിൽ നമുക്കൊരു ആദ്യത്തെ ചോദ്യത്തിലേക്ക്. കുട്ടികളുടെ കയ്യിൽ നിന്ന് എപ്പോഴെങ്കിലും സാറിനൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ കുട്ടികളൊന്നും മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. എല്ലാ കുട്ടികളോടും എന്നോടും നല്ല രീതിയിലാണ് കുട്ടികൾ പെരുമാറിയിട്ടുള്ളത്. കുട്ടികൾ മോശമാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. നല്ല കുട്ടികളാണ് എല്ലാവരും. നമ്മൾ പെരുമാറുന്നത് പോലെ തന്നെ കുട്ടികളിൽ നിന്ന് നമുക്ക് തിരിച്ചും പ്രതീക്ഷിക്കാം. പുതിയ അധ്യാപകർക്ക് ഇപ്പോൾ സാറിന് കൊടുക്കാനുള്ളൊരു ഉപദേശം ഒന്ന് പക്ഷേ. അധ്യാപനം എന്ന് പറയുന്നത് ഒരു തരം എന്താ പറയുന്ന കുട്ടികളെ നല്ല രീതിയിൽ നയിക്കുക എന്ന് മാത്രമല്ല, അവരുടെ ആ ഹൃദയത്തിൽ കയറി പറ്റുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കേണ്ടത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ടീച്ചിങ് ഈസ് ടച്ചിങ് എന്നാണ് പറയുന്നത്. ടച്ചിങ് മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ. അതാണ് എനിക്ക് അധ്യാപകരോടും പറയാനുള്ളത്. എല്ലാ അധ്യാപകരും കുട്ടികളുടെ ഹൃദയത്തിൽ ജീവിക്കാൻ ഉള്ള ഒരു മാനസികാവസ്ഥയിൽ തന്നെ ജോലി ചെയ്യണം. ആധുനിക പ്രവണതകൾ ഇതിനെയൊക്കെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതിന് നിരുത്സാഹപ്പെടുത്തണം. നമ്മുടെ പാഠ്യപദ്ധതിയിൽ വന്ന മാറ്റം, അന്നത്തെ കാലത്ത് പാഠ്യപദ്ധതി ഇപ്പോഴത്തെ വന്ന മാറ്റങ്ങളൊന്ന് വിശദമാക്കാമോ? പിന്നെ ഏതാണ് നല്ലതെന്നും കൂടി. പാഠ്യപദ്ധതി പഴയതാണോ പുതിയതാണോ നല്ലത് എന്നൊരു നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ പഴയ പാഠ്യപദ്ധതി മോശമാണ് എന്നുള്ളൊരു അഭിപ്രായമില്ല. അതിനേക്കാൾ മേന്മയുള്ളതാണ് പുതിയ പാഠ്യപദ്ധതി എന്നും അഭിപ്രായമില്ല. നമ്മൾ അതിനെ ഏത് രീതിയിൽ സമീപിക്കുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും പാഠ്യപദ്ധതി നമുക്ക് ഫലങ്ങൾ തരുന്നത്. നമ്മൾ നല്ല നല്ല കാഴ്ചകളെ പുസ്തകത്തിലൂടെ കാണാവൂ. അത് കുട്ടികളിലേക്കും സമൂഹത്തിലേക്ക് എത്തിക്കാമെന്നുണ്ടെങ്കിൽ വൻ വിജയമായി മാറും എന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്. സാറിൻ്റെ അധ്യാപക ജീവിതത്തിൽ സാറിന് ഏറ്റവും സ്വാധീനിച്ചൊരു സംഭവം, സാറിന് കുട്ടികളിൽ നിന്ന് എന്താണ് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അനുഭവം? ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഒരിക്കലും ഇങ്ങനെ ബാത്റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് കുട്ടികൾ ഓടിക്കൊണ്ടുവന്നു, സാറ് ക്ലീൻ ചെയ്യേണ്ട, ഞങ്ങൾ ക്ലീൻ ചെയ്യാം എന്നും പറഞ്ഞ് അവർ എന്നിൽ നിന്ന് ചൂലും ഒക്കെ വാങ്ങിച്ചിട്ട് അവർ തന്നെ അത് ക്ലീൻ ചെയ്യുന്ന ഒരു അവർക്ക് നമ്മൾ അവരോടൊപ്പം നിന്ന് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ എന്ത് ജോലിയും ചെയ്യാനും മടിയുള്ളവരല്ല എന്ന് നമുക്ക് അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സർവീസിൽ കയറിയ സമയത്ത് സാറിനുണ്ടായൊരു അനുഭവം എന്താണ്? സാറിന് സർവീസിൽ കയറിയപ്പോൾ ഉണ്ടായ? സർവീസിൽ കയറിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ്. ഞാൻ BA എക്കണോമിക്സ്, B.Ed ഇംഗ്ലീഷ് ഇതാണ് എൻ്റെ പഠനം എന്ന് പറയുന്നത്. അതിനുശേഷം BSc മുഖാന്തരം എനിക്ക് മുതിർമല ഗേൾസിലാണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. അവിടെ വച്ച് എനിക്ക് ധാരാളം നല്ല സുഹൃത്തുക്കളെ കിട്ടുകയും നല്ല വിദ്യാർത്ഥികളെ കിട്ടുകയൊക്കെ ചെയ്തു. അതെല്ലാം തന്നെ നല്ല അനുഭവങ്ങളായിട്ട്
ഒരു പ്രത്യേകിച്ച് ഒരു അനുഭവവും നല്ലതാണ് എന്നില്ല. എൻ്റെ അനുഭവങ്ങളെല്ലാം നല്ലതാണ് എനിക്കുള്ളത്. പിന്നെ അക്കാലത്തെ കുട്ടികളില്ലേ, അക്കാലത്തെ കുട്ടികൾക്ക് സമൂഹത്തിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡും പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുള്ള സമൂഹത്തിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡും എന്തൊക്കെയാണ്? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? വിദ്യാഭ്യാസത്തിൽ നമ്മൾ എന്ത് നേടിയാലും അത് സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് എന്നൊരു കാഴ്ചപ്പാടാണ് നമുക്ക് വളർത്തിയെടുക്കേണ്ടത്. ഒരു സാമൂഹ്യ സേവനം നമ്മുടെ പാഠ്യവിഷയത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ അഷ്ടമൂർത്തി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം എന്ന് നമുക്ക് തോന്നുന്നു. ഒരു നല്ലൊരു സാമൂഹ്യ ജീവിയായിട്ട് കുട്ടികൾ വളരാനുള്ള പാഠപുസ്തകത്തിന് അപ്പുറത്തേക്ക് നമുക്ക് കുട്ടികളെ നയിക്കുക, സമൂഹത്തിലേക്ക് ഇറങ്ങുക. കൃഷിയും അതുപോലെ തന്നെ കന്നുകാലിവളർത്തലും തന്നെ കുട്ടികൾ സ്വായത്തമാക്കാൻ ഉള്ള ഒരു കഴിവ് അവർക്കുണ്ടാകണം. മറ്റ് സഹജീവികളോടുള്ള ഒരു സഹാനുഭൂതിയും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കുട്ടികളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും, സമൂഹത്തിന് മൊത്തവും നേടിയെടുക്കാൻ കഴിയും. കുട്ടികളുടെ മോശമായി തോന്നിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ. ആധുനിക ഒരു പ്രവണത എന്ന് പറയുന്നത് കുട്ടികൾ മയക്കുമരുന്ന് പോലുള്ള ദൂഷ്യവശങ്ങളിൽ ചെന്ന് പെടുന്നതാണ്. അത് യഥാർത്ഥത്തിൽ നല്ലൊരു വേദി എന്ന് പറയുന്നത് സ്കൂളുകളാണ്. അവിടെ നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികളെ നമുക്ക് ഈ മയക്കുമരുന്ന് പോലുള്ള ഈ സാമൂഹിക വിപത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാം. മയക്കുമരുന്ന് പോലുള്ള ഉപയോഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്? അതിനെക്കുറിച്ച് ചോദിച്ചാലൊരു മിസ്റ്റേക്ക് അതിലുണ്ട്. അതായത് കുറയ്ക്കാൻ വേണ്ടിയല്ല, ഒഴിവാക്കാൻ തന്നെ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ ഈ സ്റ്റുഡൻറ്റ് പോലീസ് എന്ന് പറയുന്ന SPC പോലുള്ള കുട്ടികൾ അച്ചടക്കമുള്ള ധാരാളം കുട്ടികളെ നമുക്ക് എടുത്തിട്ട് അവരെ നമുക്ക് ഈ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരിലേക്ക് നുഴഞ്ഞു കയറി അവരെ കണ്ടെത്തുകയും അത് നല്ല രീതിയിലുള്ള പരിശീലനങ്ങളും അതിൽ നിന്ന് ഡീഅഡിക്ഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോയി അവരെ അതിൽ നിന്നൊക്കെ മാറ്റി സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം? പഠിക്കുക, നല്ലൊരു സാമൂഹ്യ കാഴ്ചപ്പാടുള്ള ഒരു കുട്ടിയായിട്ട് മാറുക എന്നുള്ളതാണ് എനിക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ഉപദേശം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് നേടിയാലും സമൂഹത്തിൻ്റെ ഭാഗമായില്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്നും നമ്മൾ എത്തുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്നാൽ സമൂഹത്തിൻ്റെ ഭാഗമാകാൻ പറ്റുന്ന നല്ലൊരു സാമൂഹിക ജീവിയായിട്ട് ഓരോ കുട്ടികളും മാറണം എന്നതാണ്. ഈ സാർ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള തൊഴിൽ ഈ കന്നുകാലി വളർത്തലാണെന്ന് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് അത് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സഹജീവികളോട് ഉള്ള സഹാനുഭൂതി. നമ്മുടെ സഹജീവി എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളായാലും പക്ഷികളായാലും അത് ഏത് ജീവനുള്ളൊരു വസ്തുവായാലും സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ ഒരു ഉപജീവന മാർഗമായിട്ടല്ല ഈ കന്നുകാലി വളർത്തലിനെ കാണുന്നത്. എൻ്റെ മനസ്സിൻ്റെ സംതൃപ്തിക്കനുസരിച്ച് ഉള്ള ഒരു കാഴ്ചപ്പാടാണ് ഇതിനുള്ളത്. ഇപ്പോൾ എനിക്ക് 5 മക്കളാണുള്ളത്. എല്ലാവരും വളരെ സന്തോഷമായിട്ട് നിൽക്കുന്നു. അവരോടൊപ്പമുള്ള ഓരോ നിമിഷവും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഒരു അധ്യാപകനാണുള്ള ഗുണങ്ങൾ? ഒരു ഗുണം എന്നുള്ളതല്ല, നല്ല ഒരു മനുഷ്യനാകുക എന്നുള്ളതാണ് അധ്യാപകനാകാനുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി. സാർ അധ്യാപകനായി വന്നപ്പോൾ സാറിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ഞാൻ വളരെയധികം സന്തോഷിച്ചാണ് ഓരോ നിമിഷവും സ്കൂളുകളിൽ ചിലവഴിച്ചിട്ടുള്ളത്. പാഠഭാഗങ്ങൾ ഓരോ പാഠഭാഗങ്ങളും എനിക്ക് പുത്തൻ അനുഭവങ്ങളും ഓരോ ക്ലാസ് റൂമും എനിക്ക് പുതുപുത്തൻ അറിവുകളും പകർന്നു തന്ന ഒരു വലിയൊരു പരീക്ഷണശാലയാണ് സ്കൂളും ക്ലാസ് റൂമുകളും എല്ലാം.
അതുകൊണ്ടൊരു പ്രത്യേകിച്ച് ഒരു അനുഭവം എന്ന് പറയാനുള്ള എല്ലാം വളരെ സന്തോഷകരമായിരുന്നു. ഞാൻ വളരെ സന്തോഷവാനാണ് അധ്യാപകനായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ കുട്ടികൾക്കും എന്നോട് വിരോധമൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് ഇതുവരെ. ഇനി 3 ചോദ്യം കൂടെ ഉള്ളൂ. അധ്യാപക ജീവിതത്തിൽ ആരെങ്കിലും സാറിനെ തള്ളി പറഞ്ഞിട്ട് ഉണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ആരും അങ്ങനെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. ഞാനും ആരെയും തള്ളി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരും എന്നെ തള്ളി പറഞ്ഞിട്ടില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. ഒരു ചെറിയ ചോദ്യം കൂടെ. ഈ ഏതൊക്കെ ഇനം പശുക്കളാണ് സാറിൻ്റെ തൊഴുത്തിൽ? ലാഭം ഉണ്ടാകുന്നുണ്ടോ? അതൊക്കെ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കാസർഗോഡ് കുള്ളൻ എന്ന് പറയുന്ന നാടൻ വെറൈറ്റിയും തെച്ചൂര് പശുവാണുള്ളത്. അത് ഒന്നും പ്രസവിച്ച് നിൽക്കുകയാണ്. ഒരു കുഞ്ഞ്, അതിൻ്റെ പേര് നന്ദിനി എന്നാണ്. അമ്മയുടെ പേര് പിന്നെ അമ്മയുടെ പേര് മണിക്കുട്ടി, മോളെ പേര് നന്ദിനി എന്നാണ്. ഇത് കൂടാതെ എനിക്ക് 3 മക്കളും കൂടെ ഉണ്ട്. അതായത് ഒന്ന് കല്യാണി, പിന്നെ കുഞ്ഞിനി, അതുപോലെ തന്നെ ലക്ഷ്മി. അങ്ങനെ 5 പേരാണുള്ളത്. അവരെ നമുക്ക് കാണാം, അങ്ങോട്ട് പോകുന്നത് ഓരോരുത്തരെയും കാണാം. ലക്ഷ്മിയാണെങ്കിൽ നല്ല രസമാണ്, നല്ല ഉമ്മയൊക്കെ തരും. അങ്ങനെയുള്ള ഒരു ഇണക്കമുള്ളൊരു കിടാവാണ്. ഇതിൽ നിന്ന് സാറിന് ലാഭം ലഭിക്കുന്നുണ്ടോ? ഇതിൽ ലാഭം ലഭിക്കുന്നൊന്നുമില്ല. ഒരു കുടുംബത്തിന് ആവശ്യമായ പാല് കിട്ടും. പിന്നെ നമുക്ക് ഏറ്റവും നല്ല സന്തോഷം, മനസ്സോ അതിനോടൊപ്പം ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് വളരെയധികം ഊർജ്ജമാണ് അത് പകരുന്നത്. ലാഭത്തിനെ നോക്കി അല്ല, വലിയ ഉപജീവനത്തിലല്ല പശുക്കളെ വളർത്തുന്നത്. എനിക്കൊരു സന്തോഷവും അങ്ങനെയുള്ള ഒരു മിണ്ടാപ്രാണി എന്ന് പറയാം. അതിന് ഭക്ഷണം കൊടുക്കുക, കൊടുക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന സന്തോഷം പിന്നെ കർഷകന് മാത്രമേ അത് തിരിച്ചറിയാൻ കഴിയൂ. ഇതോടുകൂടി നമ്മുടെ ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും നേരം നമ്മുടെ കൂടെ ചിലവഴിച്ച സാറിന് നന്ദി അറിയിക്കുന്നു. നമുക്ക് പശുവിനെ ഒന്ന് കാണാൻ വേണ്ടി പോകാം, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. തീർച്ചയായിട്ടും നമുക്ക് കാണാം. എൻ്റെ മക്കളെ എല്ലാവരെയും കാണാം, അങ്ങോട്ട് പോയി കാണാം. കല്യാണിക്കുട്ടി, അവൾ 2 മാസം ഗർഭിണിയാണ്. കാസർഗോഡ് കുള്ളനാണിത്, ഈ വെറൈറ്റി എന്ന് പറയുന്നത്. ഇതാണ് മണിക്കുട്ടി. മണിക്കുട്ടി ഇപ്പം 2ാമത്തെ പ്രസവം കഴിഞ്ഞ് നിൽക്കുകയാണ്. മണിക്കുട്ടിയുടെ മോളാണ് ഈ നന്ദിനിക്കുട്ടി. ഇത് നന്ദിനിക്കുട്ടി, ഇതാണ് നന്ദിനിക്കുട്ടി. മണിക്കുട്ടിയുടെ മോളാണ്. 10-20 ദിവസമേ ആയിട്ടുള്ളത് പ്രസവിച്ചിട്ട്. ഇനി ഇത് നമ്മുടെ ലക്ഷ്മിയാണ്. ലക്ഷ്മിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മയൊക്കെ തരുന്ന മോളാണെന്ന് പറഞ്ഞ്. ഞാൻ ഒന്ന് ഇരുന്ന് നോക്കാം, ചിലപ്പം ഉമ്മ തന്നാലായി. എന്നാലും നോക്കാം മക്കളെ. ഒരു ഉമ്മ തന്നെ, ഒരു ഉമ്മ തന്നെ, ഒരു ഉമ്മ. വാ, ഒരു ഉമ്മ താ, ഉമ്മ താ, ഇതാ ഒരു ഉമ്മയും കൂടെ, ഒന്നും കൂടെ താ, ഒരു ഉമ്മയും കൂടെ തന്നെ. അല്ല, ഈ ചേട്ടന്മാരെ കാണിക്കാനാണ്. ഒരു ഉമ്മ നമ്മളെ ഉമ്മ തരുവുള്ളൂ. ഇപ്പം തന്നല്ലോ. അത് ഇനി നിങ്ങളൊക്കെ നിൽക്കുന്നുണ്ടുള്ളൊരു നാണക്കേടേ ഉള്ളൂ. എന്നാലും ഉള്ളു, ചിലപ്പം തരും. നോക്കാം നമുക്ക്. വാ മക്കൾ വാ, ഒരു ഉമ്മ തന്നെ, ഒരു ഉമ്മ തന്നെ, ഒരു ഉമ്മ തന്നെ. ഇത് നമുക്ക് ഉമ്മ തരണം. നമുക്ക് ഇനി എടുക്കാം. ഇതാണ് നമ്മളെ കിങ്ങിണി കുഞ്ഞ്, കിങ്ങിണിക്കുട്ടി. കൊച്ചെന്ന് വിളിക്കും നമ്മൾ. ഒന്നും കൂടെ ഓമനിച്ചുകൊണ്ട് കൊച്ചെന്ന് വിളിക്കും. ഇതാണ് ഇപ്പോഴത്തെ കൊച്ച്, നന്ദിനി കുഞ്ഞ്. ഇനി നമുക്ക് ലക്ഷ്മിയുടെ ഒന്നും കൂടെ ചോദിച്ചാലോ, ഉമ്മാരെ കാര്യം. ലക്ഷ്മി, ലക്ഷ്മി ഒരു ഉമ്മ തന്നെ, ലക്ഷ്മി ഒരു ഉമ്മ തന്നെ. വാ,
ഈ ചേട്ടന്മാരെ കണ്ട് പേടിച്ച് നിൽക്കുവാണ്, അതാണ്. അല്ലെങ്കിൽ മക്കൾ ഉമ്മയൊക്കെ തരുന്നതാണ്. ആ, ഒരു ഉമ്മ തന്നെ, ഒരു ഉമ്മ തന്നെ ചിലപ്പോൾ. വാ വാ വാ, ഒരു ഉമ്മതാ. ഒരു ഉമ്മ തന്നേ. ഒരു ഉമ്മ. വാ ഉമ്മ പറ. ഉമ്മതാ. ഒരു ഉമ്മ തന്നേ. തരും കേട്ടോ. ഉമ്മതാ. ഒരു ഉമ്മതാ. ഒരു ഉമ്മതാ. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, ഇത്രയും വിലപ്പെട്ട സമയം നമ്മളോട് ചെലവഴിച്ച ശ്രീ വിജയകുമാരൻ നമ്പൂതിരി സാറിന് നമ്മൾ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും പേര് നല്ല കുട്ടികൾ വന്ന് ഇൻ്റർവ്യൂ ഇതുപോലെ നടത്താൻ സന്നദ്ധത കാണിച്ച നിങ്ങൾക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി വേഗം തന്നെ ഒരു വീഡിയോയും കൂടെ വരുന്നുണ്ട്. നന്ദി, നമസ്കാരം.